നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ 50% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് രാജ്യത്തെമ്പാടും നടപ്പാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 50% വനിതാ സംവരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വന്നത്. എന്നാൽ ഇതൊക്കെ പൊളിച്ചെഴുതേണ്ടി വരുമോ എന്ന സംശയത്തിലാണ് ഞാൻ. കാരണം ഇന്നിപ്പോൾ സമസ്ത കേരള ജമയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഒരു സംയുക്തമായ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാരും ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ചേർന്നാണ് ആ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: മുസ്ലിം സ്ത്രീകൾ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കരുത് എന്നാണ്. ഈ അന്യ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത് പരസ്പരം കെട്ടിമറിയുകയും ജയ് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് മതത്തിന് ചേർന്നതല്ല, മതം അനുവദിക്കുന്നതല്ല എന്നാണ് ഇരുവരും പറയുന്നത്. അതായത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മുസ്ലിം ലീഗ്, വെൽഫെയർ പാർട്ടി, SDPI തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് സ്ത്രീകൾ മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരും മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുണ്ട്. ഈ പാർട്ടികളുടെ എല്ലാം വനിതാ വിഭാഗം ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. അവരുടെ വനിതാ കൂട്ടായ്മകൾ, കുടുംബയോഗങ്ങൾ ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവർ വീടാന്തരം കയറി ഇറങ്ങി വോട്ട് ചോദിച്ച് പ്രചാരണ പരിപാടികൾ സജീവമാക്കുകയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രവർത്തനങ്ങളും നടത്തുകയും ചെയ്തു. അങ്ങനെ നടത്തി അവരുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്നാൽ പിന്നെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കാൻ പാടില്ല. ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്താൽ എന്താണ് കുഴപ്പം എന്നും ഇവർ ഈ രണ്ടുപേരും പറയുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ പേരിൽ സംഘടിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനകളുടെ തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൻ്റെ ഭാഗമായി അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിച്ചേർന്നും കെട്ടിപ്പിടിച്ചും പരസ്പരം കൈകൊട്ടിയും തെരുവിലിറങ്ങി പ്രകടനം നടത്തുന്നതും അഴിഞ്ഞാടുന്നതും മതം അനുവദിക്കാത്ത രീതിയിലുള്ള ആഭാസങ്ങൾ നടത്തുന്നതും അംഗീകരിക്കാവുന്നതല്ല എന്നാണ് ഇരുവരുടെയും പ്രസ്താവന. ഈ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിച്ചേർന്ന് പ്രകടനം നടത്തരുത് എന്ന് കാന്തപുരം എടുത്തു പറയുന്നു. കാന്തപുരം വിഭാഗത്തിൻ്റെ ഫത്വ തന്നെ അങ്ങനെയാണ്. അതുമാത്രമല്ല, ഈ ആഹ്ലാദ പ്രകടനത്തെ അഴിഞ്ഞാട്ടം എന്നാണ് കാന്തപുരം വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾ മുമ്പ് സുപ്രീം കോടതി വിധിയുടെ മറവിൽ ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശബരിമല അയ്യപ്പൻ്റെ മുന്നിൽ, നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ്റെ മുന്നിൽ യുവതികളെ എത്തിക്കാൻ സംസ്ഥാന സർക്കാർ നടത്തിയ നാടകങ്ങൾ നമ്മൾ കണ്ടതാണ്. അന്ന് ഈ 2018 ഡിസംബർ 31 തൊട്ടു പിറ്റേന്ന് ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു വനിതാ മതിൽ കേരളത്തിൽ ഇവർ നിർമ്മിച്ചു. വനിതകളാണ് അതിൽ അണിനിരന്നതൊക്കെ. അതിനകത്ത് പർദ്ദയിട്ട, ബുർഗയിട്ട സ്ത്രീകൾ ധാരാളം പങ്കെടുത്തത് നമ്മൾ കണ്ടു. അവർക്ക് അത് വലിയ വിമർശനത്തിനും വിവാദത്തിനും ഇടയാക്കി. ഈ പർദ്ദയിൽ നിന്ന് പുറത്തു കടക്കാൻ, ബുർഖ ഉപേക്ഷിക്കാൻ കഴിയാത്ത സ്ത്രീകളാണ് ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കണമെന്നാവശ്യപ്പെട്ട്, യുവതികൾക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണമെന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നത് ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യമായി അന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു, ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. എന്തായാലും അന്ന് ഈ കാന്തപുരം വിഭാഗത്തിൻ്റെ ആൾക്കാർക്ക്, അരിവാൾ സുന്നി എന്നറിയപ്പെടുന്ന കാന്തപുരം വിഭാഗത്തിൻ്റെ ആൾക്കാർക്ക്, വനിതകൾക്ക് ഈ ബുർഖ ധരിച്ചുകൊണ്ട്, പർദ്ദ ധരിച്ചുകൊണ്ട് വനിതാ മതിലിൽ പങ്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു. അത് ഒരു പൊതു ചടങ്ങ് അല്ലെന്നാണോ, അല്ലെങ്കിൽ ഒരു പൊതു പരിപാടി അല്ലെന്നാണോ ഇവർ മനസ്സിലാക്കിയിരിക്കുന്നത്? അന്ന് അങ്ങനെ ചെയ്ത ഈ കാന്തപുരം വിഭാഗം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കരുത്. തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥികളുടെ വിജയം ആഘോഷിക്കാൻ വേണ്ടി സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ചേർന്ന് ഇത്തരം പരിപാടികളൊന്നും ചെയ്യരുത്, നടത്തരുത് എന്നാണ്. കാരണം അതിൽ വലിയ കുഴപ്പങ്ങളുണ്ട് എന്നും ഇവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തായാലും സ്ത്രീകളുടെ പൊതുരംഗത്തെ ഇടപെടലിനെ
കാന്തപുരം വിഭാഗം നിഷേധിക്കുകയാണ്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ വെറും ഈ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കാനുള്ള വെറും യന്ത്രങ്ങളാണോ? അവർക്ക് പഠിക്കാനും വളരാനും ജോലി ചെയ്യാനും ഈ ലോകത്ത് മനുഷ്യരെ പുരുഷന്മാരെ പോലെ തന്നെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാനും അവർക്ക് കഴിയില്ലേ? അത് പാടില്ലെന്നാണോ ഈ കാന്തപുരത്തെ പോലെയുള്ളവർ ഉദ്ദേശിക്കുന്നത്? എനിക്കിത് മനസ്സിലാകുന്നില്ല. എന്തായാലും ഈ ഫത്വ ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് പലരും ഈ സ്ത്രീപക്ഷ സംഘടനകൾ ഇവിടെ ധാരാളമുണ്ട്. ഈ സ്ത്രീ ആക്ടിവിസ്റ്റുകളും ധാരാളം കേരളത്തിലുണ്ട്. ഒരു പഞ്ഞവുമില്ല അതിനൊക്കെ. അവർ ഈ ശബരിമലയിലെ വിഷയം മാത്രമല്ല, ആർത്തവ സംബന്ധമായ സമരം അതൊക്കെ നമ്മൾ കണ്ടതാണ്. ചുംബന സമരം അതുപോലെയുള്ള സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെയൊക്കെ വലിയ വായ്ത്താരി ഇട്ടുകൊണ്ട് വന്ന ആൾക്കാരൊന്നും പക്ഷേ കാന്തപുരത്തിനെതിരെ ഒരക്ഷരം മിണ്ടുന്നില്ല. കാരണം പേടിയുണ്ട്. കഴുത്തിന് മേളിൽ ചിലപ്പോൾ തല കാണില്ല. ഹിന്ദുക്കളെ ആവുമ്പോൾ എന്തും പറയാം, ശബരിമല ഭക്തരെ എന്തും പറയാം. ശബരിമലയിൽ റെഡി ടു വെയിറ്റ് ക്യാമ്പയിനുമായിട്ട് വന്ന സ്ത്രീകളുണ്ട്, യുവതികളുണ്ട്. അവരെയൊക്കെ താറടിച്ച് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന് അവരെ പുലഭ്യം പറഞ്ഞതിന് കണക്കില്ല. അതുപോലെ ഈ സുപ്രീം കോടതി വിധിക്കെതിരെ നാമജപവുമായിട്ട് അമ്മമാർ തെരുവിലിറങ്ങിയപ്പോൾ ആ അമ്മമാരെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും കാണിച്ചു കൂട്ടിയ കൊള്ളരുതായ്മകൾ അതൊന്നും ജനം മറന്നിട്ടില്ല. ലോകം അതൊന്നും ലോകത്തിൻ്റെ ഓർമ്മയിൽ നിന്ന് അതൊന്നും മാഞ്ഞു പോയിട്ടില്ല. ഇവിടെ അന്ന് ഇതൊക്കെ പറയുമ്പോൾ ഈ ഒരു കൂട്ടം ആൾക്കാർ, ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇതിനെതിരെ ഈ പറഞ്ഞതുപോലെ സ്ത്രീ സ്വാതന്ത്ര്യം എന്നും പറഞ്ഞ് എന്ത് തോന്നിയവാസവും കാണിക്കാം എന്ന് പറഞ്ഞ് നടക്കുന്നതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും പറയാനില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അമ്മമാർ, ഈ വിശ്വാസികളായ ഭക്തർ റെഡി ടു വെയിറ്റ് ക്യാമ്പയിനുമായിട്ട് വന്നപ്പോൾ അതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയവരാണ് ഇപ്പോൾ സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുക്കരുത് എന്ന ഫത്വ ഇറക്കിയിരിക്കുന്നത്. എന്തായാലും കേരളം വളരെ പുരോഗമനപരമായി ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് കേരളത്തിൽ എത്ര കണ്ട് വിജയിക്കും എന്നെനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ കാന്തപുരത്തിനെതിരെ ഒരക്ഷരം ഇത് തെറ്റാണ് എന്ന് പറയാൻ ഒരാളും തയ്യാറായി വന്നിട്ടില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും സങ്കടകരമായ കാര്യം. പണ്ട് കാന്തപുരത്തിനെതിരെ ഇതുപോലെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വന്നാൽ ആരെങ്കിലുമൊക്കെ ഇതിനെ എതിർത്ത് രംഗത്ത് വരുമായിരുന്നു. ഇപ്പോൾ ഒരു മനുഷ്യരും ഒരു രാഷ്ട്രീയക്കാരനും രംഗത്ത് വരുന്നില്ല. പണ്ട് ഈ കാന്തപുരത്തിൻ്റെ ചില ചെയ്തികളെ എതിർത്തുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ തന്നെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇന്ന് അദ്ദേഹവും തികഞ്ഞ മൗനം പാലിക്കുകയാണ്. കാന്തപുരം അടക്കമുള്ളവർക്ക് എതിരെ എന്തെങ്കിലും പറയുന്നത് ഇന്ന് എക്സ് മുസ്ലിംസ്, അതുപോലെ തന്നെ ഈ യുക്തിവാദികൾ എന്ന് നമ്മൾ പറയുന്ന കൂട്ടരാണ്. അവർ മതം തൂക്കി നോക്കുമ്പോൾ അവർക്ക് കൈവിറയ്ക്കാറില്ല. അവർ ഏത് മതത്തിലെ ആണെങ്കിലും ശരി അന്ധവിശ്വാസത്തെയും അനാചാരത്തെയും തെറ്റായ കാര്യങ്ങളെയും എതിർക്കുന്നുണ്ട്. അത് ധൈര്യസമേതം അവർ ചെയ്തു പോരുന്നു. ഈ പറയുന്ന എക്സ് മുസ്ലിംസ്, അവരുടെ കൂട്ടത്തിലുള്ള എക്സ് മുസ്ലിംസ്, മുസ്ലിം മതം ഉപേക്ഷിച്ച വിശ്വാസികൾ, ഒരു കാലത്ത് വിശ്വാസികളായിരുന്നവർ, അവർ ഇതിനെയൊക്കെ ശക്തമായി എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ഇത് ഇരുട്ടിലേക്കാണ് നയിക്കുന്നത്, വെളിച്ചത്തിലേക്കല്ല. ഇന്ന് സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. രണ്ടുപേരും എല്ലാ മേഖലയിലും പണിയെടുക്കുന്നു, എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നു. സ്ത്രീകളെയും പുരുഷന്മാരെയും ലിംഗവിവേചനം നടത്തി പ്രത്യേകിച്ച് മാറ്റി നിർത്തി ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് ലോകം മുഴുവനും മാറുമ്പോൾ, നമ്മുടെ നാഗരികതയ്ക്ക് തന്നെ വലിയ മാറ്റം വരുമ്പോൾ, സമൂഹത്തിൽ വലിയ പരിഷ്കരണം ഉണ്ടാകുമ്പോൾ, ഒരു കൂട്ടർ സ്ത്രീകളെ ഇരുണ്ട മുറികൾക്കുള്ളിൽ അടച്ചിട്ട് പർദ്ദയ്ക്കുള്ളിൽ തളച്ചിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്ത് അവരെ പഠിക്കാനും വളരാനും വികസിക്കാനും അവസരം നൽകാതെ അവരെ വെറും സാധാരണ മൃഗങ്ങളെ കരുതുന്നത് പോലെ അവരെ വീടിനുള്ളിൽ തളച്ചിടാൻ ശ്രമിക്കുന്ന ഒരു ചിന്താഗതി ചിലരെങ്കിലും ഇന്ന് വച്ചു പുലർത്തുന്നുണ്ട്. അത് നമുക്ക് ഒട്ടും തന്നെ ഭൂഷണമല്ല. ഇത്തരത്തിലുള്ള ഫത്വകൾ ഇറക്കുന്ന പുരോഹിതന്മാരെ തീർച്ചയായിട്ടും ആ സമുദായം തന്നെ കൈയൊഴിഞ്ഞു കളയേണ്ടതാണ്, അല്ലെങ്കിൽ അവരെ തിരുത്തേണ്ടതാണ് എന്നാണ് പൊതുവെ സംസ്കാരമുള്ള ആധുനിക നാഗരികത പിന്തുടരുന്ന സമൂഹ
സമൂഹത്തിനും ജനതയ്ക്കും പറയാനുള്ളത്? ഒരു കാര്യം നമുക്കിവിടെ സ്മരിക്കാം. ശബരിമലയിൽ യുവതീ പ്രവേശനം വേണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നവരെ ആരും അതിനെ എതിർത്തു. അതിൻ്റെ പേരിൽ പ്രക്ഷോഭമുണ്ടായി, നാമജപ പ്രതിഷേധമുണ്ടായി, ഒക്കെ നടന്നു. പക്ഷേ അവരെ ഏതെങ്കിലും തരത്തിൽ ആക്രമിച്ച് നശിപ്പിക്കാൻ ആരും ശ്രമിച്ചില്ല. സമാധാനപരമായിട്ടാണ് നമ്മുടെ അമ്മമാർ സമരം ചെയ്തത്. ഇവിടെ ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുക്കാൻ ഇനി ആര് രംഗത്തിറങ്ങും എന്ന ചോദ്യമാണ് ഉയരുന്നത്.